ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതിയ ദിവസം, പുതിയ വചനം. ഇന്നലെ പഠിച്ച വചനം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പ്രഭാഷകൻ്റെ പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 3-ാം വചനമായിരുന്നു. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും. അതായിരുന്നു ഇന്നലെ പഠിച്ച വചനം. ഇന്ന് ഒരു പുതിയ ദിവസമാണ്. ഇന്ന് നവംബർ മാസം 5-ാം തീയതിയാണ്. നമുക്ക് പുതിയ വചനം പഠിക്കാം. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. സുഖമല്ലേ? നമുക്ക് പുതിയ വചനം പഠിച്ചാലോ? ഇന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകമാണ്, ദ ബുക്ക് ഓഫ് പ്രോവേർബ്സ്. അതിൻ്റെ 8-ാം അധ്യായം 13-ാം വചനമാണ്. ഇന്നലെ നാം പഠിച്ചത് ദൈവഭക്തിയിൽ ദൃഢതയില്ലാത്തവൻ്റെ തീക്ഷ്ണതയില്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും. എന്താണ് ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഉണ്ടാകേണ്ടതിൻ്റെ കാരണം? ദൈവഭക്തി, ഇന്ന് വചനം പറയുകയാണ്, ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. ദൈവഭക്തി എന്ന് പറയുന്നത്, ഒരുവന് ദൈവഭക്തി ഉണ്ടായാൽ അവൻ തിന്മയിൽ നിന്ന് അകന്നിരിക്കും. ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ഹേറ്റ്രഡ് ഓഫ് ഈവിൾ. ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ഹേറ്റ്രഡ് ഓഫ് ഈവിൾ, pride and arrogance, and the way of evil and perverted speech I hate. I in the sense അത് ദൈവമാണ് പറയുകയാണ്. ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. അഹംഭാവം, ഗർവ്, ദുർമാർഗം, ദുർവചനം. അഹംഭാവം, ഗർവ്, ദുർമാർഗം, ദുർവചനം എന്നിവ ഞാനെന്ന് പറയുന്നത് ദൈവമാണ്. അഹംഭാവം, ഗർവ്, ദുർമാർഗം, ദുർവചനം എന്നിവ ഞാൻ വെറുക്കുന്നു. അപ്പം ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. അപ്പോൾ ഈ അഹംഭാവം അതൊരു തിന്മയാണ്. ഗർവ് അത് അഹംഭാവത്തിൻ്റെ മറ്റൊരു രൂപമാണ്, അത് തിന്മയാണ്. ദുർമാർഗത്തിൽ ചരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ദുർവചനം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ നാവ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നാം സംസാരിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് സംസാരിച്ചേ. നല്ലത് പറയുവാനായിട്ട് എപ്പോഴും തിന്മയുടെ വാക്കുകൾ ഉച്ചരിക്കാതിരിക്കുക, കുറ്റം പറയാതിരിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നാവ് തീയാണെന്ന് വചനം പറയുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നമ്മുടെ നാവ് ശ്രദ്ധിക്കുക, ദുർവചനം പറയാതിരിക്കുക. അപ്പോൾ അഹംഭാവം, ഗർവ്, ദുർമാർഗം, ദുർവചനം ദൈവം വെറുക്കുന്നു. ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ഹേറ്റഡ് ഓഫ് ഈവിൾ. അതുകൊണ്ട് നല്ല സംസാരവും നല്ല ജീവിതവും നമുക്കുണ്ടാവട്ടെ. അതൊക്കെ നമുക്കൊരു മുതൽക്കൂട്ടാണ്. നമ്മെ ദൈവം സ്നേഹിക്കാൻ ഇടയാക്കും. ദൈവസ്നേഹത്തിൻ്റെ വക്താവായിട്ട് നീയും ഞാനും മാറും. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.